ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. പഴം ബോണ്ട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 4 മണിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. 2 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പഴം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച പഴം ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നമുക്കൊന്നിത് വാട്ടിയെടുക്കാം. പഴം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അരക്കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് മധുരം കുറച്ചിട്ടും കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരണം. റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഏലക്കായ കൂടി ഇട്ട് കൊടുക്കണം. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ പഴത്തിൻ്റെ മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ബോളാക്കി എടുക്കണം. ഇതുപോലുള്ള ബോളാക്കി എടുക്കാം. ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോരോ ബോളും ഈ ബാറ്ററിലോട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കാം. എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാ ഒരു പ്രാവശ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ
ചെയ്തെടുക്കണം. പഴം ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ.